ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ റൂട്ടറിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒറിജിനൽ റൂട്ടറിനെ നമ്മുടെ കൺസോൾ കേബിൾ വഴി പി സിയിലോട്ടാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക ഉള്ളത് എന്നുള്ളത് നോക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് നോക്കാനുള്ളത് പാക്കറ്റ് ട്രേസറിൽ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒറിജിനൽ റൂട്ടറിൽ കോൺഫിഗർ ചെയ്ത് പഠിക്കൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ അതിനാണ് സിസ്കോക്കാർ തന്നെ നമുക്ക് സിസ്കോയുടെ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തരുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഈ കമൻറ്റ് ഇൻ്റർഫേസ് എല്ലാം കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒറിജിനൽ റൂട്ടർ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നത് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് സിസ്കോയുടെ 2901 എന്ന് പറയുന്നൊരു റൂട്ടറാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ റൂട്ടറിൻ്റെ ഇപ്പോൾ ഏകദേശം റൂട്ടറിൻ്റെ ഈ ഒരു സൈസ് ഉണ്ട്, 2901 എന്ന് പറയുന്നൊരു മോഡൽ. അപ്പോൾ നമുക്കിവിടെ ഈ റൂട്ടറിൻ്റെ പോർട്ടുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റൂട്ടറിൻ്റെ ഇതൊക്കെ നമുക്ക് സ്ലോട്ടുകൾ ആഡ് ചെയ്യാനുള്ള മൊഡ്യൂളുകൾ ആഡ് ചെയ്യാനുള്ള സ്ലോട്ടുകളാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2901 എന്ന് പറയുന്ന മോഡലിന് ഇവിടെ 2 USB പോർട്ടുകളും പിന്നെ ഇതിൽ ജിഗാബിറ്റ് 0/1 എന്നും അതേപോലെ ഇതിൽ ജിഗാബിറ്റ് 0/0 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ രണ്ടെണ്ണമാണ് കൺസോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓക്സിലറി എന്ന് പറയുന്ന ഒരു പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ റൂട്ടറിനാകെ ഇവിടെ ഇത്രയും പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കാർഡുകൾ ആഡ് ചെയ്യാനുള്ള മൊഡ്യൂളുകൾ ചെയ്യാനുള്ള സ്ലോട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂട്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് ആകെ ഒരു പവർ കൊടുക്കേണ്ട ഒരു ഓപ്ഷനും അതേപോലെ തന്നെ ഒരു ഓൺ ഓഫ് ബട്ടണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റൂട്ടർ നമ്മൾ ആക്സസ് ചെയ്യുക എന്നുള്ളത് കൺസോൾ പോർട്ട് വഴിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഫ്ലാഷ് മെമ്മറിയും NVRAM-ഉം പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കേബിൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് കൺസോൾ കേബിൾ എന്ന് പറയുന്നത്. ഈ കൺസോൾ കേബിളിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ RJ45 ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൊരു എൻഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കൺവേർട്ടറാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് കോം പോർട്ട് ഓൾറെഡി ഉണ്ട് എന്ന് വിചാരിക്കുക. കോം പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രം മതി. ഇപ്പോൾ ഇത്രയാണ് കൺസോൾ പോർട്ട്. ഇത് നേരെ കോം പോർട്ടിലോട്ട് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിന് ഇപ്പോൾ എന്തില്ല, ഈ കോം പോർട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കൺവേർട്ടർ വെച്ച് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എൻഡ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ റൂട്ടറിന് പവർ കൊടുത്തിട്ട് റൂട്ടർ ആദ്യം കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പവർ കേബിൾ ഉണ്ട്. അപ്പോൾ പവർ കേബിൾ ഞാൻ ഈ റൂട്ടറിൻ്റെ പവറിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ കണക്ട് ചെയ്യാണ്. പവർ കേബിൾ കൊടുത്തു. അതിനുശേഷം ഈ പവർ പ്ലഗ് ചെയ്യാം. ഇപ്പോൾ റൂട്ടർ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ റൂട്ടർ പവർ ഓൺ ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇതിനുള്ളിൽ കൂളിംഗ് ഫാനും ബാക്കിയുള്ള കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇത് പവർ ഓൺ ആയി വരാൻ വേണ്ടിയിട്ട്. പവർ ഓൺ ആയതിനു ശേഷം നമുക്ക് എങ്ങനെയാണ് റൂട്ടർ കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇതിപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് LED-കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിസ്റ്റത്തിൻ്റെ LED-കൾ SYS, ACT അതേപോലെ POE എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ LED ഒക്കെ പവർ ഓൺ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഓൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഞാനിപ്പോൾ പവർ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുള്ളിലെ ഈ ബാക്കിയുള്ള നമ്മുടെ ഫ്ലാഷ് മെമ്മറിയിലകത്ത് കിടക്കുന്ന iOS ഫയലുകൾ റാമിലേക്ക് ലോഡാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പോൾ നടക്കണം. അപ്പോൾ നമുക്ക് പവർ ഓണായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിലൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി റൂട്ടറിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂട്ടറിൻ്റെ കൺസോൾ എന്ന് പറയുന്ന പോർട്ടിലോട്ട് ഞാനിതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ റൂട്ടറിന് ഇപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഉപയോഗിക്കുന്നത് എൻ്റെ കൺസോൾ കേബിൾ എൻ്റെ റൂട്ടറിൻ്റെ ഈ പറയുന്ന കൺസോൾ എന്ന് പറയുന്ന പോർട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കൺസോളിൽ കണക്ട് ചെയ്തു. കൺസോളിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു എൻഡില്ലേ, ഈ ഒരു എൻഡ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ എൻ്റെ ലാപ്ടോപ്പിലോട്ടാണ് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്.
ഇപ്പോൾ റൂട്ടർ പവർ ഓണായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ റൂട്ടർ എടുത്തു, റൂട്ടറിലോട്ട് പവർ കൊടുത്തു, കൺസോൾ കേബിൾ വഴി ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് റൂട്ടറിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ റൂട്ടറിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ വന്നു കഴിഞ്ഞാൽ റൂട്ടർ ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു LED കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ റൂട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ റൂട്ടർ ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ റൂട്ടറിൻ്റെ സൈഡിലായിട്ട് SOS സിസ്റ്റം എന്നുള്ള LED നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു LED ബ്ലിങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിന് മൊത്തം 3 USB പോർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു USB പോർട്ടിലോട്ടാണ് എൻ്റെ റൂട്ടറിൻ്റെ കൺസോളിൽ നിന്ന് കൺസോൾ കേബിൾ എടുത്തിട്ട് ലാപ്ടോപ്പുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടറിൻ്റെ ജിഗാബിറ്റ് പോർട്ടുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ 2 ജിഗാബിറ്റ് പോർട്ട് ഉണ്ട്, 0/1ഉം 0/0യും. അത് രണ്ടും നമുക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടറിൻ്റെ കൺസോളിൽ നിന്ന് എൻ്റെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തത്. ഇനി നമുക്ക് ലാപ്ടോപ്പിൽ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിലെങ്ങനെയാണ് ഇതിനെ കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ റൂട്ടറിൻ്റെ കൺസോളിൽ നിന്ന് എൻ്റെ ഈ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാപ്ടോപ്പിന് 3 USB പോർട്ടുകളുള്ള ലാപ്ടോപ്പായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ കൺസോൾ കേബിൾ കണക്ട് ആയതിനു ശേഷം നിങ്ങൾ ദിസ് PCയുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ മാനേജിൽ ഡിവൈസ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൺസോൾ കേബിൾ റൂട്ടറിൻ്റെ കൺസോൾ പോർട്ടിൽ നിന്ന് കൺസോൾ കേബിൾ കണക്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഈ ഡിവൈസ് മാനേജറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പോർട്ട് എന്ന് എഴുതിയിട്ടൊരു ഓപ്ഷൻ കാണാം, പോർട്ട്. ഈ പോർട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവും. അപ്പോൾ നോക്കിയേ, USB സീരിയൽ പോർട്ട് COM3, എൻ്റെ സീരിയൽ പോർട്ടിൻ്റെ നമ്പർ COM3ലോട്ടാണ് ഞാൻ എൻ്റെ റൂട്ടറിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നമ്പർ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു COM3 എന്ന് കാണുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു നമ്പർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ ഞാൻ നോക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുക്കുക. പുട്ടി ഞാനിതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്താൽ തന്നെ പുട്ടി വരും. പുട്ടി ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം പുട്ടിയിൽ ഈ സീരിയൽ എന്ന് കാണുന്ന ഓപ്ഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുകയും ഈ സീരിയൽ ലൈൻ COM1 കിടക്കുന്നത്, COM1 മാറ്റിയിട്ട് നമ്മുടെ എത്രയായിരുന്നു, COM3 ആയിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ COM3 എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് കൊടുക്കുക. ഓപ്പൺ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതാ COM3 പുട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ വരും. ജസ്റ്റ് നിങ്ങൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് റൂട്ടറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വുഡ് യു ലൈക്ക് ടു എൻ്റർ ദ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഡയലോഗ് എന്നുണ്ടാവും. ഇത് നിങ്ങൾ റൂട്ടർ ആദ്യമായിട്ടാണ് നിങ്ങൾ കോൺഫിഗർ ചെയ്യുന്നതെങ്കിൽ, പുതിയൊരു റൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നൊരു ഓപ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ നോ കൊടുത്തു, ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നോ കൊടുത്തു. അപ്പോൾ അത് ലോഡായി വരാനെടുക്കുന്ന ഒരു ടൈം നോക്കിയേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുക. റൂട്ടറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലോഡിങ് ആയി വരാനെടുക്കുന്ന ഒരു ടൈം കണ്ടോ. നിങ്ങൾ പാക്കറ്റ് ട്രേസറിൽ ഇനി നമ്മൾ പഠിക്കുന്നത് മൊത്തം പാക്കറ്റ് ട്രേസറിലാണ്. അപ്പോൾ ഈ പാക്കറ്റ് ട്രേസറിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് വരില്ല, പാക്കറ്റ് ട്രേസറിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ലാഗ് പാക്കറ്റ് ട്രേസറിൽ വരില്ല. പാക്കറ്റ് ട്രേസറിൽ എല്ലാം സ്പീഡിൽ നടക്കും. പക്ഷെ നിങ്ങൾ ഒറിജിനൽ റൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റണ്ണായി വരാൻ എന്തെടുക്കും, ടൈം എടുക്കും. ഇവിടെ കണ്ടോ, റൂട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇവിടെ നമ്മൾ എത്ര എൻ്റർ കൊടുത്താലും അത് റൂട്ടർ ആയിരിക്കും. പാക്കറ്റ് ട്രേസറിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇതിൽ റണ്ണാവുന്ന അതേ കമൻറ്റുകൾ പാക്കറ്റ് ട്രേസറിൽ റണ്ണാവും. പാക്കറ്റ് ട്രേസറിൽ റണ്ണാവുന്ന എല്ലാ കമൻറ്റുകളും ഒറിജിനൽ റൂട്ടറിലും റണ്ണാവും. പക്ഷേ ഒറിജിനൽ റൂട്ടറിൽ കുറച്ച് ഡിലേ വരും. പാക്കറ്റ് ട്രേസറിൽ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ പാക്കറ്റ് ട്രേസറിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒറിജിനൽ റൂട്ടർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാക്കറ്റ് ട്രേസർ എടുത്തിട്ട് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഈ കാണുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ റൂട്ടറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. റൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ ബോക്സിൽ റൂട്ടറിൻ്റെ iOS ലോഡായിട്ട് റൂട്ടർ മുഴുവൻ നമ്മൾ കമൻറ്റ് വഴി വേണം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ ഒറിജിനൽ റൂട്ടറിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടല്ലോ, ഇത് നമുക്കിനി പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്, നമ്മുടെ ലാബ് എങ്ങനെയാണ് ഈ പാക്കറ്റ് ട്രേസറിൽ സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ റൂട്ടിൽ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇവിടെ 2901 എന്ന് പറയുന്ന റൂട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ 2901 എന്ന് പറയുന്ന റൂട്ടർ എടുത്ത് ഇവിടെ വെച്ചു. ഈ റൂട്ടറിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടറിന് ഇവിടെ
പവർ ബട്ടൺ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഓൾറെഡി പവർ ഓണിലാണ് ഇരിക്കുന്നത്. ഇത് പവർ ഓഫ്, പവർ ഓൺ. ഇനി നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പി സി വെക്കണം അല്ലേ. അപ്പോൾ ഞാനൊരു പി സി ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് കേബിൾ എടുത്തിട്ട് കൺസോൾ എന്ന് പറയുന്ന കേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം റൂട്ടറിൻ്റെ കൺസോളുമായിട്ട് കണക്ട് ചെയ്തു. നേരെ പി സിയുടെ കോം പോർട്ടുമായിട്ട് കണക്ട് ചെയ്തു. ഇനി ഈ പി സിയിലാണ് നമ്മൾ നേരത്തെ ഫിസിക്കലിൽ കണ്ട പോലെ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാക്കറ്റ് ട്രേസർ അല്ലേ. പാക്കറ്റ് ട്രേസറിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ഡെസ്ക് ടോപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെർമിനൽ എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നൊരു ബോക്സ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ബിറ്റ് പെർ സെക്കൻഡും ഡാറ്റ ബിറ്റും പാരിറ്റിയും സ്റ്റോപ്പ് ബിറ്റും ഫ്ലോ കൺട്രോളൊക്കെ അടങ്ങിയോട് വിട്ടിട്ടൊരു ബോക്സ് വരും. ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ആ റൂട്ടറിൻ്റെ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒറിജിനൽ റൂട്ടറിൻ്റെ ഇൻ്റർഫേസിൽ ഇരിക്കുന്നത് അതുപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഒറിജിനൽ റൂട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിലിങ്ങനെ വന്നിരുന്നില്ലേ, ആദ്യമായിട്ടാണ് നിങ്ങൾ റൂട്ടർ ഓൺ ആക്കണമെങ്കിൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ഫ്രണ്ട് എഴുത്ത് അതിൻ്റെ വരുന്നത് വൈറ്റും ആണ് അല്ലേ. അതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. കാരണം പാക്കറ്റ് ട്രേസർ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു കളറല്ല, പാക്കറ്റ് ട്രേസറിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ലെറ്റർ ബ്ലാക്കും ആയിട്ടാണ് വന്നിരുന്നത്. ഞാനത് മാറ്റിയിട്ടാക്കിയതാണ്. പിന്നെ ഈ ഫോണ്ട് സ്റ്റൈൽ ഇപ്പോൾ ഇത് വളരെ ചെറുതല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. നിങ്ങളിത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നതിൽ പോയിട്ട് പ്രിഫറൻസ് എടുക്കുക. പ്രിഫറൻസിൽ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ CLAയുടെ ഫോണ്ട് 8 കിടക്കുന്നത്, അതൊരു 16 കൊടുക്കുക. പിന്നെ iOS ടെക്സ്റ്റ് ബ്ലാക്കിലും ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലുമാണ്, അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബ്ലാക്ക്, അപ്പോൾ ടെക്സ്റ്റ് നമുക്ക് വൈറ്റും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇനി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പം വലുതായിട്ട് കാണാൻ പറ്റില്ലേ. ഇപ്പോൾ വുഡ് യു ലൈക്ക് ടു എൻ്റർ ദ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ബോക്സ്, ഇവിടെ നമ്മൾ കമൻറ്റ് വഴിയാണ് ഇത് മൊത്തം കോൺഫിഗർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇപ്പോൾ ജസ്റ്റ് നോ എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുത്തു. പ്രസ് റിട്ടേൺ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കണ്ടോ. ഇപ്പോൾ ഒറിജിനൽ റൂട്ടർ ആണെങ്കിൽ കുറച്ച് ഡിലേ വരും അത് ലോഡായി വരാനൊക്കെ, കാരണം ഇത് സിമുലേറ്റർ സോഫ്റ്റ്വെയർ അല്ലേ, ഇതിൽ ഈസി ആയിട്ട് വരും. പക്ഷേ നിങ്ങൾ ഒറിജിനൽ റൂട്ടറിൽ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ടൈം വരും. ഇപ്പോൾ റൂട്ടർ ഓണായി വരാൻ തന്നെ ടൈം എടുക്കും. ഇതിലാകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം വിർച്വൽ ആയിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് പാക്കറ്റ് ട്രേസറിൽ വേഗം വരുന്നത്. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യുക, കമൻറ്റ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യാൻ ഞാൻ. അപ്പോൾ എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. റൂട്ടറിൽ ഒരു PC ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ PCയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫിസിക്കലായിരിക്കും കിടക്കുന്നത്, അതിൽ ഡെസ്ക് ടോപ്പ് എടുത്തിട്ട് ടെർമിനൽ എടുത്ത് ഓക്കെ കൊടുത്താൽ നമ്മൾ നേരെ റൂട്ടറിൻ്റെ ഇൻ്റർഫേസിലോട്ട്. ഓക്കെ, ഇപ്പോൾ റൂട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, അത് റൂട്ടറിൻ്റെ പേരാണ്. പിന്നെ ഈ കാണുന്ന മോഡുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. ഇനി നമുക്കിനി ഇതിപ്പോൾ ഫിസിക്കലായിട്ട് റൂട്ടറിനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഈ ലോജിക്കലിൻ്റെ തൊട്ടിപ്പുറത്ത് ഫിസിക്കൽ പാക്കറ്റ് ട്രേസറിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹോം സിറ്റി എന്ന് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കോർപ്പറേറ്റ് ഓഫീസ് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മെയിൻ വയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂട്ടർ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതുണ്ടോ, റൂട്ടറിൻ്റെ നമ്പർ 0, അത് പാക്കറ്റ് ട്രേസറിൽ ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ 0 1 2 3 4 എന്നാണ് വരിക. അതിൻ്റെ കൺസോളിൽ നിന്ന് കണ്ടൊരു കേബിൾ ഇങ്ങനെ വലിച്ചിരിക്കണേ, അത് നമ്മുടെ എങ്ങോട്ടാണ് പോയിരിക്കണേ, ഈ ഒരു സംഭവമാണത്, നേരെ PCയിലോട്ടാണ് പോയിരിക്കുന്നത്, അതാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസോള് PCയിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു ഫിസിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ അതിനാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ടറിനെ പാക്കറ്റ് ട്രേസറിൽ ചെയ്യുക. ഇനി റൂട്ടറിനെ പാക്കറ്റ് ട്രേസറിൽ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഈ ഒരു കേബിൾ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല പാക്കറ്റ് ട്രേസറിൽ. ഇപ്പോൾ ഞാൻ ഈ കേബിൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ അല്ലേ ഇത്, ജസ്റ്റ് ഈ റൂട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ CLA എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ റൂട്ടറിൻ്റെ ഇൻ്റർഫേസിൽ കയറും. പക്ഷേ ഒറിജിനൽ റൂട്ടറിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒറിജിനൽ റൂട്ടറാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ വഴി കൂടെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പാക്കറ്റ് ട്രേസർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് റൂട്ടറിനെ ആക്സസ് ചെയ്യാനുള്ളൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ റൂട്ടറിലിരിക്കുന്നത്, ഇപ്പോൾ റൂട്ടർ എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എൻ്റർ കൊടുത്താൽ അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഞാൻ കൺസോൾ കേബിൾ വഴി കണക്റ്റ് ചെയ്തിട്ട് റൂട്ടറിൽ കയറുമ്പോൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ വരുന്നതാണ് ഇത്, വുഡ് യു ലൈക്ക് ടു എൻ്റർ ദ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഡയലോഗ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ മേടിച്ച് ആദ്യമായിട്ട് ഓൺ ചെയ്യുമ്പോൾ അതിലെന്താ വരിക, കുറേ സെറ്റിങ്സുകൾ നമ്മൾ ചെയ്യാനുണ്ട് അല്ലേ. ഫസ്റ്റ് ടൈം ആവുന്നോ അതേപോലെ തന്നെ
റൂട്ടറിൽ മെമ്മറിയിൽ ഒരു കാര്യങ്ങളും ഇല്ല, ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ആദ്യം നമ്മുടെ അടുത്ത് ഇനീഷ്യലായിട്ട് കുറേ കോൺഫിഗറേഷനും കാര്യങ്ങളും ഉണ്ട്, അത് ചെയ്യണമെന്ന് ചോദിക്കണത്. ഞാൻ ഇപ്പോൾ നോ കൊടുത്തത് കൊണ്ട് നേരെ ലോഡായി വന്നു. അത് പിന്നീട് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ടറിനെ കൺസോൾ വഴി ആക്സസ് ചെയ്യുന്നത്. ഇനി റൂട്ടറിന് ഏതൊക്കെ മോഡുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. CLI മോഡ്സ് ഓൺ എ സിസ്കോ റൂട്ടർ, കമൻറ്റ് ലൈൻ ഇൻ്റർഫേസ് മോഡുകളാണ് ഒരു സിസ്കോ റൂട്ടറിന്. സിസ്കോ റൂട്ടറിന് മൊത്തം 3 മോഡുകളുള്ളത്. സിസ്കോ റൂട്ടേഴ്സ് ദെയർ ആർ 3 മെയിൻ CLI മോഡ്സ്. ഒന്ന് എക്സിക്യൂട്ടീവ് മോഡ് എന്ന് പറയും, അല്ലെങ്കിൽ യൂസർ എക്സിക്യൂട്ടീവ് മോഡ്. എക്സിക്യൂട്ടീവ് അല്ല, യൂസർ എക്സിക്യൂട്ടീവ് മോഡ് എന്ന് പറയും. ആ മോഡിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരിക, റൂട്ടർ എന്നിട്ടൊരു ഗ്രേറ്റർ ദാൻ്റെ സിമ്പൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് നമ്മൾ ഒരു യൂസറിലോട്ട് നമ്മൾ ആദ്യം കയറുന്ന മോഡ് എന്ന് പറയുന്നത് യൂസർ മോഡായിരിക്കും. യൂസർ മോഡിന് രണ്ടാമതൊരു മോഡുണ്ട്. ആ മോഡിന് പറയുന്ന പേരാണ് എന്ത്? പ്രിവിലേജ് മോഡ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റത്തെ യൂസർ മോഡ്, രണ്ടാമത്തെ പ്രിവിലേജ് മോഡ്, മൂന്നാമത്തെ റൂട്ടറിന് ഒരു മോഡ് കൂടിയുണ്ട്. ആ മോഡിന് പറയുന്ന പേരാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. ഒരു റൂട്ടർ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക, റൗട്ടർ ബ്രാക്കറ്റിൽ കോൺഫിഗ് ഹാഷ്. പ്രിവിലേജ് മോഡിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, റൗട്ടർ എന്നിട്ടൊരു ഹാഷ് ഉണ്ടാവും. യൂസർ മോഡിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, റൗട്ടർ എന്നിട്ടൊരു ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ ഉണ്ടാവും. ഇങ്ങനെ 3 മോഡേ റൂട്ടറിനുള്ളൂ. ഒന്ന് യൂസർ മോഡ്, രണ്ടാമത് പ്രിവിലേജ് മോഡ്, മൂന്നാമത് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മോഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നത് എപ്പോഴും യൂസർ മോഡിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂസർ മോഡിനെ കുറിച്ച് പറയാം. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ, യൂസർ മോഡ് ഈസ് ദ ബേസിക് ആക്സസ് ലെവൽ ഓഫ് എ സിസ്കോ റൂട്ടർ. നമ്മൾ കൺസോൾ വഴി ഒരു സിസ്കോ റൂട്ടറിലോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇരിക്കുന്ന മോഡിന് പറയുന്ന പേര് യൂസർ മോഡാണ്. അതൊരു ബേസിക് മോഡാണ്. അതെന്താ ബേസിക് മോഡ് എന്ന് പറയാൻ കാരണം? യൂസർ മോഡിനെ ബേസിക് മോഡ് എന്ന് പറയാനുള്ള കാരണം, ഇതിൽ നമുക്ക് അടിക്കാവുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കമൻറ്റുകൾക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? വാട്ട് യു ക്യാൻ ഡു ഇൻ എ യൂസർ മോഡ്. ഒന്ന് ബേസിക് ആയിട്ടുള്ള മോണിറ്ററിങ് കമൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കണക്ഷൻ കിട്ടുന്നുണ്ടോ, മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കാം. പിന്നെ കുറച്ച് റൂട്ടറിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഈ മോഡിൽ ഇരുന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പിങ്, ട്രേസ് റൂട്ട്, ഷോ വെർഷൻ, ഷോ IP, ഇൻ്റർഫേസ് ബ്രീഫ്, അത് കമൻറ്റുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു മോഡിൽ ഇരുന്നിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നറിയോ? റൂട്ടറിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല. റൂട്ടറിൽ നമുക്ക് ഒരു കാര്യങ്ങളും, റൂട്ടറിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ റൂട്ടറിൻ്റെ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. റൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഇരിക്കുന്ന യൂസർ മോഡിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു റൂട്ടറിൽ യൂസർ മോഡിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ റൂട്ടർ എന്ന് എഴുതിയിട്ട് അതിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നൊരു സിമ്പിൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇരിക്കുന്നത് യൂസർ മോഡിലാണ്. അതിൽ നമുക്ക് അധിക കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി യൂസർ മോഡ് കഴിഞ്ഞാൽ അടുത്ത റൂട്ടറിൻ്റെ രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് മോഡ് എന്നുള്ളതാണ്. അപ്പോൾ യൂസർ മോഡിലാണ് നമ്മൾ ആദ്യം ഇരിക്കുക. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യൂസർ മോഡിൽ നിന്ന് അടുത്ത മോഡായിട്ടുള്ള പ്രിവിലേജ് മോഡിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിവിലേജ് മോഡിലാണ് റൂട്ടർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റൂട്ടറിൻ്റെ തൊട്ടിപ്പുറത്ത് ഹാഷ് ഉണ്ടാവും. റൂട്ടർ എന്ന് എഴുതിയിട്ട് ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂട്ടറിൻ്റെ പ്രിവിലേജ് മോഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ യൂസർ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് കയറാൻ നമ്മൾ അടിക്കേണ്ട ഒരു കമൻറ്റാണിത്. ഏതാണ്? എനേബിൾ. മുഴുവൻ കമൻറ്റ് വഴിയാണ് നമ്മൾ അപ്പോൾ ഈ കമൻറ്റ് വഴി നമ്മൾ കോൺഫിഗർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് ഈ കമൻറ്റുകൾ മൊത്തം ഞാൻ കാണാതെ പഠിക്കണമെന്നുള്ള കാര്യമാണ്. കമൻറ്റുകൾ മൊത്തം നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കമൻറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ CCNA കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കമൻറ്റുകളൊക്കെ നമുക്ക് കിട്ടാൻ മാർഗ്ഗങ്ങളുണ്ട്. റൂട്ടറിൽ തന്നെ നമുക്ക് കമൻറ്റുകൾ ഏതാണെന്ന് അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ആകെ അറിയേണ്ടത് ആ കമൻറ്റുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യേണ്ടതും അതെവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അല്ലാതെ കമൻറ്റുകളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റൂട്ടറിൻ്റെ യൂസർ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അടിക്കേണ്ട കമൻറ്റ് എനേബിളാണ്. അപ്പോൾ എനേബിൾ എന്ന് പറയുന്ന കമൻറ്റ് അടിക്കുമ്പോൾ യൂസർ മോഡിൽ ഇരുന്നിട്ട് എനേബിൾ അടിക്കുമ്പോഴാണ് നേരെ പ്രിവിലേജ് മോഡിലോട്ട് പോവുക. അപ്പോൾ എനേബിൾ എന്ന് പറയുന്ന ഒരു കമൻറ്റ് ആയില്ലേ, ഫസ്റ്റ് നമ്മൾ പഠിച്ച ആദ്യത്തെ ഒരു കമൻറ്റാണ് എനേബിൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനേബിൾ അടിച്ച് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടറിൻ്റെ ഏത് മോഡിലോട്ട് എത്തിയെന്ന് പറഞ്ഞു? യൂസർ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് എത്തിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിത് പാക്കറ്റ് ട്രേസറിൽ നോക്കി നോക്കാം ഈ കമൻറ്റ് വർക്കാവുന്നുണ്ടോ എന്ന്.
ഇപ്പോൾ റൂട്ടറിൻ്റെ യൂസർ മോഡിലിരിക്കണേ. അപ്പോൾ റൂട്ടറിൻ്റെ യൂസർ മോഡിൽ ഇരുന്നിട്ട് ഫസ്റ്റ് കമൻറ്റ് എന്തായിരുന്നു? എനേബിൾ എന്ന് പറയുന്ന കമൻ്റ് ആയിരുന്നു അടിച്ചത് അല്ലേ. എന്നിട്ട് എൻ്റർ കൊടുത്തപ്പോൾ ഞാൻ നേരെ റൂട്ടറിൻ്റെ രണ്ടാമത്തെ മോഡായിട്ടുള്ള പ്രിവിലേജ് മോഡിലോട്ട് എത്തി. ഇപ്പോൾ ഇരിക്കുന്നത് പ്രിവിലേജ് മോഡാണ്. അപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റാണ് എനേബിൾ. ഇപ്പോൾ പ്രിവിലേജ് മോഡിൽ നിന്ന് തൊട്ട് പിന്നിലെ മോഡിലോട്ട് തന്നെ പോകണം, യൂസർ മോഡിലോട്ട് തന്നെ തിരിച്ചു പോകണം. എനേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസേബിൾ എൻ്റർ കൊടുത്തു ഇല്ലേ. അപ്പോൾ യൂസർ മോഡിൽ ഇരുന്നിട്ട് എനേബിൾ അടിച്ചു കഴിഞ്ഞാൽ പ്രിവിലേജ് മോഡിലോട്ടും, പ്രിവിലേജ് മോഡിൽ നിന്ന് ഡിസേബിൾ അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് ബേക്കത്തെ മോഡിലോട്ടും വരും. ആകെ 3 മോഡേ ഉള്ളൂ. ഒന്ന് യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മോഡിൽ നിന്ന് എങ്ങനെയാണ് മുമ്പോട്ടും ബാക്കോട്ടും പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ യൂസർ മോഡിലല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കമൻറ്റ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഈ യൂസർ മോഡിൽ ഇരുന്നിട്ട് വെറുതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എൻ്റർ ഒന്നും കൊടുക്കേണ്ട, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ മോഡിൽ ഇരുന്നിട്ട് അടിക്കാൻ സാധിക്കുന്ന കമൻറ്റുകളും ആ കമൻറ്റിൻ്റെ പർപ്പസുമാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു യൂസർ മോഡിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. ഓരോരോ കമൻറ്റുകൾ, കണക്റ്റ് എന്ന് പറയുന്ന കമൻറ്റ് അവിടെ വർക്ക് ചെയ്യും, ഡിസേബിൾ എന്ന് പറയുന്ന കമൻറ്റ് വർക്ക് ചെയ്യും, ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന കമൻറ്റ് വർക്ക് ചെയ്യും, എനേബിൾ എന്ന് പറയുന്ന കമൻറ്റ് വർക്ക് ചെയ്യും, എക്സിറ്റ് എന്ന് പറയുന്നത് ലോഗൗട്ട്, പിങ്, റെസ്യൂം, ഷോ, SSH, ടെൽനെറ്റ്, ടെർമിനൽ, ട്രേസ് റൂട്ട്. ഇത്രയും കമൻറ്റ് ആകെ വർക്ക് ചെയ്യുന്നത് ഏതിലാണ്? യൂസർ മോഡിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന കമൻറ്റാണ്. അതിൽ എനേബിൾ ഉണ്ട്. എനേബിൾ എന്ന് പറയുന്ന കമൻറ്റിൻ്റെ നേർക്ക് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ, ടേൺ ഓൺ പ്രിവിലേജ് മോഡ്. പ്രിവിലേജ് മോഡിലോട്ട് ഓൺ ചെയ്യാൻ നിങ്ങൾ എനേബിൾ എന്ന് പറയുന്ന കമൻറ്റാണ് കൊടുക്കേണ്ടതെന്നാണ്. അത് തന്നെയാണ് നമ്മളവിടെ കൊടുത്തത് അല്ലേ. എനേബിൾ എന്ന് പറയുന്ന കമൻറ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ കമൻറ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് കമൻറ്റാണോ കിട്ടേണ്ടത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ എന്ന് അമർത്തിയിട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ വരിക? വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ മാത്രം കാണിച്ചു തരും. വെച്ചിട്ട് 2 കമൻറ്റ് ഉള്ളത്, ഒന്ന് എനേബിളും ഒന്ന് എക്സിറ്റും. അത് മുകളിലുണ്ട്. വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള 2 കമൻറ്റ് അവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ കമൻറ്റുകളൊക്കെ അടിക്കാനും അതേപോലെ കമൻറ്റുകൾ മനസ്സിലാക്കി വെക്കാനും വളരെ എളുപ്പമാണ്. കാണാതെ ഒരു കമൻറ്റും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നിൻ്റെയും പർപ്പസുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അടിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ വെച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ അമർത്തിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ നിന്ന് തുടങ്ങുന്ന കമൻറ്റുകൾ വരും. നിന്ന് ഇപ്പോൾ ആകെ എത്ര കമൻറ്റേ ഉള്ളൂ? ഒറ്റ കമൻറ്റേ ഉള്ളൂ. അതെന്താ? എനേബിൾ അല്ലേ. അപ്പോൾ നിങ്ങൾ എനേബിൾ എന്ന് മുഴുവൻ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ട് ആകെ ഒറ്റ കമൻറ്റേ ഉള്ളൂ എനേബിൾ. നിങ്ങൾ വെറുതെ എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നേരെ ഇതിലോട്ട് വരും, പ്രിവിലേജ് മോഡിലോട്ട് വരും. തിരിച്ചു പോവാം, ഡിസേബിൾ. ഇനി വേറെ ഉണ്ട്. അമർത്തി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. നേരെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കണമെന്നില്ല. അമർത്തിയപ്പോൾ ഒറ്റ കമൻറ്റേ ഉള്ളൂ, എനേബിൾ എന്ന് പറയുന്ന കമൻറ്റ്. നേരത്തെ നമ്മൾ നോക്കിയതാ. നിങ്ങളുടെ കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഈ ടാബിൽ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് മുഴുവനായിട്ട് അവിടെ വരും. എനേബിൾ എന്ന് പറയുന്ന കമൻറ്റ് വന്നു. എന്നിട്ട് എൻ്റർ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴും കയറി ഏത് മോഡിലോട്ട്? പ്രിവിലേജ് മോഡിലോട്ട് കയറി. ഇപ്പോൾ ഇരിക്കുന്നത് പ്രിവിലേജ് മോഡിലാണ്. പ്രിവിലേജ് മോഡ് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് യൂസർ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് പോകാനും പ്രിവിലേജ് മോഡിൽ നിന്ന് തിരിച്ച് യൂസർ മോഡിലോട്ട് വരാനുമാണ്. ഇനി നമുക്ക് നോക്കാം പ്രിവിലേജ് മോഡിൽ എന്തൊക്കെ കമൻറ്റുകളാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പ്രിവിലേജ് മോഡിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൂട്ടർ എന്ന് എഴുതിയിട്ട് ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രിവിലേജ് മോഡിലാണ്. ഈ റൂട്ടർ എന്നുള്ളത് റൂട്ടറിൻ്റെ പേരാണ് കേട്ടോ. അത് അവിടെ മാറ്റി കൊടുക്കാൻ വേണമെങ്കിൽ റൂട്ടറിൻ്റെ പേര് ഡിഫാൾട്ടായിട്ട് റൂട്ടർ എന്നായിരിക്കും. അത് നമുക്ക് മാറ്റാം, എങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഹാഷിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രിവിലേജ് മോഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് പ്രിവിലേജ് മോഡ്? പ്രിവിലേജ് മോഡാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മോഡ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ അഡ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പ്രിവിലേജും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അഡ്മിൻ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കിട്ടും? റൂട്ടറിൻ്റെ മുഴുവൻ കോൺഫിഗറേഷൻ കിട്ടും, റൂട്ടറിൻ്റെ ഫയലുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഡീബഗ് കിട്ടും, അതേപോലെ റീലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യുന്നത് എവിടെ ഇരുന്നിട്ടാണ്? നമ്മുടെ പ്രിവിലേജ് മോഡിൽ ഇരുന്നിട്ടാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മോഡാണ് പ്രിവിലേജ് മോഡ്. യൂസർ മോഡിനെ സംബന്ധിച്ചിടത്തോളം
അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ പെർമിഷൻ കൂടുതലുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് മോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? പ്രിവിലേജ് മോഡാണ്. അതിലിരുന്ന് നമുക്ക് അടിക്കാൻ പറ്റുന്ന കുറച്ച് കമൻറ്റുകളാണ് ഇവിടെ. ഷോ റണ്ണിങ് കോൺഫിഗ്, ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്, കോപ്പി റണ്ണിങ് കോൺഫിഗ് ടു സ്റ്റാർട്ടപ്പ് കോൺഫിഗ്, ഡീബഗ് IP പാക്കറ്റ്. അത് നമുക്ക് കമൻറ്റുകളൊക്കെ നമുക്ക് പഠിക്കാം. താഴെ എഴുതിയിട്ടുണ്ട് ദിസ് മോഡ് ഈസ് പവർഫുൾ, യൂഷ്വലി പ്രൊട്ടക്റ്റഡ് വിത്ത് ആൻ എനേബിൾ പാസ്വേഡ്. ഈ മോഡ് ഇപ്പോൾ യൂസർ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് കിടക്കുമ്പോൾ എനേബിൾ എന്ന് പറയുന്ന കമൻ്റ് അല്ലേ ഇടുന്നത്. ആ എനേബിൾ അടിച്ചിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുന്ന അവിടെ നമുക്കൊരു പാസ്വേഡ് ഇടാൻ പറ്റും. കാരണം പ്രിവിലേജ് മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള മോഡല്ലേ. അപ്പോൾ പ്രിവിലേജ് മോഡിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്കൊരു പാസ്വേഡ് ഇട്ട് നമ്മുടെ റൂട്ടറിനെ ഒന്ന് സെക്യൂർ ആക്കി വെക്കാനായിട്ട് പറ്റും. അതിനാണ് എനേബിൾ പാസ്വേഡ് എന്ന് വിളിക്കുക. എനേബിൾ എന്ന് പറയുന്ന കമൻ്റ് അടിക്കുമ്പോൾ യൂസർ മോഡിൽ നിന്ന് എനേബിൾ എന്ന് പറയുന്ന കമൻ്റ് അടിച്ച് പ്രിവിലേജിലോട്ട് കയറുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അവിടെ കൊടുക്കുന്ന പാസ്വേഡിനാണ് എനേബിൾ പാസ്വേഡ് എന്ന് പറയുക. എങ്ങനെ പാസ്വേഡ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് റൂട്ടറിൻ്റെ മൂന്നാമത്തെ മോഡ് അവിടെ പറയണേ. അപ്പോൾ പ്രിവിലേജ് മോഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാനിരിക്കുന്ന മോഡാണ് ഇത് റൂട്ടറിൻ്റെ പ്രിവിലേജ് മോഡ് എന്ന് പറയുന്നത് അല്ലേ. പ്രിവിലേജ് മോഡിൽ നിന്ന് യൂസർ മോഡിലോട്ടൊക്കെ വരാൻ അറിയാം. പ്രിവിലേജ് മോഡിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കാം. പ്രിവിലേജ് മോഡിൽ നിന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോൾ കുറേ കമൻറ്റ് വന്നു. ഓട്ടോ, ക്ലിയർ, ക്ലോക്ക്, കോൺഫിഗർ, കണക്റ്റ്, കോപ്പി, അങ്ങനെ കുറേ വന്നു. താഴെ മോറുന്നുണ്ട്. എൻ്റർ ഇങ്ങനെ കൊടുത്തു വന്നു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യാവുന്ന കമൻറ്റുകൾ മൊത്തം വരും. ആ കമൻറ്റിൻ്റെ യൂസും വന്നു. നോക്കിയേ, യൂസർ മോഡിനേക്കാൾ 2 ഇരട്ടിയോളം കമൻറ്റുകൾ ഏതിലുണ്ട്? പ്രിവിലേജ് മോഡിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രിവിലേജ് മോഡ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മോഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മോഡാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ യൂസർ മോഡുണ്ട്, പ്രിവിലേജ് മോഡുണ്ട്. പ്രിവിലേജ് മോഡും ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരു കമൻറ്റ് ഇപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇത് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോസിബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ 2 ഉള്ളൂ. ഒന്ന് MK DIR പിന്നെ മോർ എന്ന് പറയുന്ന 2 കമൻറ്റും. ഇപ്പോൾ D ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ D ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. D ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ D ഇട്ടിട്ട് പോസിബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ മൊത്തം വന്നു അവിടെ. ഡീബഗ്, ഡിലേറ്റ്, ഡയറക്ടറി, ഡിസേബിൾ. അപ്പോൾ ഞാൻ DI അമർത്തിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. DI അമർത്തിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ DIR എന്ന് പറയുന്ന കമൻ്റ് ഉണ്ട്, ഡിസേബിൾ ഉണ്ട്, ഡിസ്കണക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ DI അമർത്തിയിട്ട് ടാബ് അമർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ കൊടുക്കണ പോലെ അല്ല, ജസ്റ്റ് ഇങ്ങനെ അടുത്തടുത്ത പേജാ വരുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് ഫില്ലാകില്ല. കാരണം DI വെച്ചിട്ട് 3 കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വിചാരിച്ചിട്ടാണ് റൂട്ടർ ഫില്ലാക്കി തരിക. ഇനി DIS അമർത്തിയിട്ട് ഞാൻ ടാബ് അമർത്തി കഴിഞ്ഞാലും വരില്ല. കാരണം DIS ഉപയോഗിച്ച് എത്ര കമൻറ്റ് ഉണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കിയപ്പോൾ വന്നു ഡിസേബിളും ഉണ്ട്, ഡിസ്കണക്റ്റും ഉണ്ട്. DISA അമർത്തി എന്നിട്ട് ടാബ് അമർത്തിയാൽ ഡിസേബിൾ ഫുള്ളായിട്ട് വരും. അല്ലെങ്കിൽ DISA അമർത്തിയിട്ട് എൻ്റർ കൊടുത്താലും തിരിച്ച് വരും. കാരണം DISA എന്ന് തുടങ്ങുന്ന കമൻറ്റ് ആകെ ഒറ്റൊന്നുള്ളൂ. നിങ്ങൾ DIS എന്ന് അമർത്തിയിട്ട് എൻ്റർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇത് പ്രിവിലേജ് മോഡായിരുന്നു, അല്ല യൂസർ മോഡായിരുന്നു. യൂസർ മോഡിൽ പിന്നെ അങ്ങോട്ട് കമൻ്റ് ഇല്ല. അതുകൊണ്ടാണ് ആ കമൻറ്റ് തെറ്റാന്ന് പറഞ്ഞു വന്നത്. ഇപ്പോൾ എനേബിൾ ടാബ് അമർത്തി ഫുള്ളായിട്ട് വന്നു. ഇവിടെ DIS അമർത്തിയിട്ട് എൻ്റർ കൊടുത്തു. അപ്പോൾ DIS വെച്ചിട്ട് കമൻറ്റ് ഫുള്ളായിട്ട് വരാത്തത്, അല്ലെങ്കിൽ DIS അമർത്തി ടാബ് വരാത്തത് DIS വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ കമൻറ്റ് ഉള്ളത് കൊണ്ടാണ്. അമർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വന്നേനെ. കാരണം DISA എന്ന് പറഞ്ഞിട്ട് ഡിസേബിൾ എന്ന് പറയുന്ന കമൻറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വന്നേനെ. ഇപ്പോൾ യൂസർ മോഡുണ്ട്, പ്രിവിലേജ് മോഡുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മോഡിൽ നിന്ന് രണ്ടാമത്തെ മോഡിലോട്ട് കിടക്കാൻ പഠിച്ചു. രണ്ടാമത്തെ മോഡിൽ നിന്ന് തിരിച്ച് ഒന്നാമത്തെ മോഡിലോട്ട് വരാൻ കടന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ മോഡായിട്ടുള്ള മോഡിലോട്ടാണ് പോകേണ്ടത്. അതാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് എന്ന് പറയുന്നത്. അതിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിവിലേജ് മോഡിലായിരിക്കണം. പ്രിവിലേജ് മോഡിലിരിക്കുമ്പോൾ മാത്രമേ മൂന്നാമത്തെ മോഡിലോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മൂന്നാമത്തെ മോഡായിട്ടുള്ള ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് എന്ന് പറയുന്നത് റൂട്ടറിൻ്റെ കോൺഫിഗർ ചെയ്യാനുള്ള മോഡാണ്. കോൺഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടറിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നതൊക്കെ ഏത് മോഡിലിരുന്നിട്ടാണ്? റൂട്ടറിൻ്റെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലിരുന്നിട്ടാണ്. എങ്ങനെയാണ് എൻ്റർ ചെയ്യുകയെന്നറിയോ? നിങ്ങൾ പ്രിവിലേജ് മോഡിലിരുന്നിട്ട് കോൺഫിഗർ സ്പേസ് ടെർമിനൽ എന്ന് പറയുന്ന കമൻ്റ് അടിച്ച് എൻ്റർ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഏതിൽ വരുന്നത്? റൂട്ടറിൻ്റെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് വരുന്നത്. ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂട്ടർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കോൺഫിഗ് എന്നുണ്ടാവും, എന്നിട്ട് ഹാഷ് ഉണ്ടാവും. എന്താണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്? ദിസ് മോഡ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ റൂട്ടർ കോൺഫിഗറേഷൻ. റൂട്ടറിൻ്റെ കോൺഫിഗറേഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിൽ ഇരുന്നിട്ടാണ്. അവിടെ നമുക്ക് ഹോസ്റ്റ് നെയിം, റൂട്ടറിൻ്റെ പേര് മാറ്റാം, റൂട്ടറിൻ്റെ IP സെറ്റ് ചെയ്യാം,
റൂട്ടറിനെ റൗട്ടിങ് ചെയ്യാം, പാസ്വേഡ് ചെയ്യാം, ആക്സസ് ലിസ്റ്റ്, ACL പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ റൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തുന്നത് ഏതിലാണ്? ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിൽ ഇരുന്നിട്ടാണ്. അതിലടിക്കുന്ന കമൻറ്റുകളാണ് ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് റൂട്ടറിൻ്റെ പേര് മാറ്റാം, IP സെറ്റ് ചെയ്യുക, ഇതൊക്കെ കമൻറ്റുകളാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാം, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് റൂട്ടറിൻ്റെ മോഡുകൾ വരുന്നത്. യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. നമുക്കിനി ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിൽ നോക്കാം എങ്ങനെയാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാനിരിക്കുന്നത് പ്രിവിലേജ് മോഡിലാണ് അല്ലേ. പ്രിവിലേജ് മോഡിൽ നിന്ന് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് അമർത്തിയാൽ മതി? കോൺഫിഗർ എന്ന് ടൈപ്പ് ചെയ്യുക. കോൺഫിഗർ സ്പേസ് ടെർമിനൽ, എൻ്റർ കൊടുക്കുമ്പോൾ ഒരു കമൻറ്റ് ഇവിടെ ഇങ്ങനെ വരും. എൻ്റർ കോൺഫിഗറേഷൻ കമൻറ്റ് പെർ ലൈൻ എൻഡ് വിത്ത് Ctrl+Z. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് റൂട്ടറിൻ്റെ കോൺഫിഗർ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലാണ്. ഇവിടെ ഇങ്ങനെ എൻ്റർ കൊടുത്താൽ ആ മോഡ് മാത്രമേ വരുള്ളൂ. ഇനി ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുമെന്ന് നോക്കുക. ഇതിരുന്ന് ചെയ്യാൻ പറ്റുന്ന കമൻറ്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. ഇതാ മറ്റേതിനെക്കാട്ടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കമൻറ്റ് എന്തിനാണെന്നുള്ളത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് തൊട്ട് പിന്നിലെ മോഡിലോട്ട് വരണം. ഏതാ മോഡ്? പ്രിവിലേജ് മോഡിലോട്ട് വരണം. മോഡ് മാറിപ്പോരുതേ. ഒന്നാമത്തെ മോഡിൽ നിന്ന് നേരിട്ട് മൂന്നാമത്തെ മോഡിലോട്ട് കിടക്കാൻ പറ്റില്ല. ഒന്നാമത്തെ മോഡ് യൂസർ മോഡാ, രണ്ടാമത്തെ പ്രിവിലേജ് മോഡാ, മൂന്നാമത്തെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡാ. ഒന്നാമത്തെ മോഡിൽ നിന്ന് ആദ്യം പ്രിവിലേജിലോട്ട് എത്തണം, പ്രിവിലേജിൽ നിന്ന് ഗ്ലോബൽ കോൺഫിഗറേഷനിലോട്ട് എത്തണം, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിൽ നിന്ന് തിരിച്ച് പ്രിവിലേജിലോട്ട് വരണം, എന്നിട്ട് യൂസർ മോഡിലോട്ട് വരാൻ പറ്റുള്ളൂ. 1, 2, 3, 3, 2, 1 പോകാൻ പറ്റുള്ളൂ. 1 നിന്ന് 3 ചാടാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഉണ്ട് അവിടെ, എക്സിറ്റ്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും കോൺഫിഗർ മോഡിൽ നിന്ന്. അല്ലെങ്കിൽ അടുത്തൊരു കമൻറ്റാണ് ഏത്? എൻഡ്. ഈ രണ്ട് കമൻറ്റും നമുക്ക് തിരിച്ച് പ്രിവിലേജ് മോഡിലോട്ട് വരാനുള്ളതാണ്. അപ്പോൾ തിരിച്ച് പ്രിവിലേജ് മോഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുക. ഈ രണ്ട് കമൻറ്റ് കൊടുത്താലും നമുക്ക് തിരിച്ച് ഏതിലോട്ട് വരാൻ പറ്റും? പ്രിവിലേജ് മോഡിലോട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഞാനിവിടെ എൻഡ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്ത് എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ എൻഡ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എങ്ങോട്ട് വന്നു? നേരെ ഒരു എൻ്റർ കൂടെ കൊടുക്കുക, നേരെ പ്രിവിലേജ് മോഡിലോട്ട് വന്നു. ഇനി കോൺഫിഗർ ടെർമിനലിലോട്ട് പോകണമെന്നുണ്ടെങ്കിലേ കോൺഫിഗർ ടെർമിനൽ ഫുള്ളായിട്ട് അടിക്കണ്ട. CONF എന്ന് അടിച്ചിട്ട് ടാബ് അമർത്തിയാൽ കോൺഫിഗർ എന്ന് വരും. കാരണം CONF വെച്ചിട്ട് വേറെ കമൻ്റ് ഇല്ല. ഞാൻ CONF ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിച്ചു തരാം. അത് കോൺഫിഗർ എന്ന് മാത്രമേ ഉള്ളൂ. CON അമർത്തി ഇത് അടിച്ചു കഴിഞ്ഞാൽ വരില്ല, ടാബ് അമർത്തിയാൽ ഫുള്ളായിട്ട് വരില്ല. കാരണം കോൺഫിഗറും ഉണ്ട് കണക്റ്റും ഉണ്ട്. അപ്പോൾ CONF എന്ന് അടിച്ചിട്ട് ടാബ് അമർത്തിയാൽ കോൺഫിഗർ വന്നു, സ്പേസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. TER അമർത്തിയിട്ട് ടാബ് അമർത്തിയാൽ കോൺഫിഗർ ടെർമിനൽ നിന്ന് ഫുള്ളായിട്ട് വന്നു. എൻ്റർ കൊടുത്താൽ മതി. അപ്പോഴും ഏതിലോട്ട് വന്നു? ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് വന്നു. തിരിച്ചു വരാൻ രണ്ട് കമൻ്റ് ഉണ്ട്, എൻഡും എക്സിറ്റും ഉണ്ട്. ഇനി ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്താൽ പിടിച്ചിട്ട് Z പ്രസ് ചെയ്യാം, Ctrl+Z, എന്നിട്ട് എൻ്റർ കൊടുത്താലും തിരിച്ചു വരാൻ പറ്റും. ഇനി കോൺഫിഗർ ടെർമിനലിലോട്ട് പോകാൻ നമുക്ക് വേറൊരു വഴിയുണ്ട്. CONF സ്പേസ് T എന്ന് അടിച്ചാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് കയറാൻ പറ്റും. തിരിച്ചു വരാൻ എക്സിറ്റ്, അല്ലെങ്കിൽ എൻഡ്, അല്ലെങ്കിൽ Ctrl+Z. ഇങ്ങനെ 3 മോഡുള്ളത്: യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. അപ്പോൾ തിരിച്ച് ഒന്നും കൂടെ വരാം, എന്നിട്ട് ഞാൻ 3 മോഡ് ഒരുമിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇരിക്കുന്ന യൂസർ മോഡിലാണ്. ഇതിൽ എനേബിൾ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു, എനേബിൾ. അതിനുശേഷം കോൺഫിഗർ ടെർമിനൽ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു. തിരിച്ചു വരാൻ എക്സിറ്റ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു, ഒരു എൻ്ററും കൂടെ കൊടുത്തു. തിരിച്ചു വരാൻ ഡിസേബിൾ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു. ഇങ്ങനെ 3 മോഡിലോട്ട് കയറാനും ഇറങ്ങാനും പറ്റണം. 3 മോഡ് എന്തിനാണെന്നറിയണം. യൂസർ മോഡ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മോഡാണ്. പ്രിവിലേജ് മോഡ് എന്ന് പറഞ്ഞാൽ റൂട്ടറിൻ്റെ കോൺഫിഗർ അഡ്മിനിസ്ട്രേറ്റീവ് മോഡാണ്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവിലേജ് മോഡിൽ ഇരുന്നിട്ട് ചെയ്യുക. 3ാമത്തെ മോഡായിട്ടുള്ള ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡാണ്. റൂട്ടറിൽ നിങ്ങൾക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് കയറേണ്ടി വരും. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് എന്തിനാണെന്ന് വരും. ടാബ് അമർത്തി കഴിഞ്ഞാൽ ആ കമൻറ്റ് ഫില്ലായിട്ട് വരും. ഇപ്പോൾ റൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള 3 മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ആ മോഡുകളുടെ ആവശ്യം എന്താണ് എന്നുള്ളതും അവിടെ എങ്ങനെയാണ് കമൻറ്റുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, ഇതിൽ വാട്സപ്പ് ചെയ്യുക. വിളിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല, ഞാൻ ഓഫീസിൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം.